പല ആൾക്കാരും നമ്മളോട് ചോദിക്കലുണ്ട്, സൗദിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒന്ന് ദുബായിൽ വന്ന് ദുബായിൽ ഒരു ഓഫീസ് ഇട്ടിട്ട് ഒരു 1 ഇയർ കൊണ്ട് സൗദിയിലേക്ക്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കമ്പനികൾ ഓൾറെഡി അങ്ങനെ ആ പ്ലാനിൽ ദുബായിലുണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മെച്ചമുണ്ടോ, അല്ലെങ്കിൽ നേരിട്ട് സൗദിയിലേക്ക് വരുന്നത് കൊണ്ട് ഇപ്പം നാട്ടിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും നാട്ടിലെ കമ്പനിക്ക് ഡയറക്റ്റ്ലി സൗദിയിൽ തുടങ്ങാം. 1 ഇയർ ആയിരിക്കും മാത്രമേ ഉള്ളൂ. 1 ഇയർ എക്സ്പീരിയൻസ്ഡ് ആ ഒരു കമ്പനിക്ക് മിനിസ്റ്റർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അണ്ടറിൽ 100% ആ കമ്പനിയുടെ ഓണർഷിപ്പിൽ തുടങ്ങാം. ലോക്കൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ലോക്കൽ പാർട്ട്നേഴ്സിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവർ ദുബായിൽ വന്നിട്ട് അങ്ങോട്ട് മാറുന്നതിൻ്റെ ഒരു പല ആൾക്കാർക്ക് അത് അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ GCC മാർക്കറ്റിനെ കുറിച്ച് ഒരു സ്റ്റഡി അവർക്ക് നടത്താൻ പറ്റുന്നുണ്ട്. ദുബായ് നിങ്ങൾക്ക് അറിയാലോ, 200ഓളം രാജ്യക്കാർ ഇരിക്കുന്ന രാജ്യം. അപ്പോൾ ഇവിടെ നമ്മളൊരു ബിസിനസ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ട്രയൽ ആൻഡ് എറർ നടത്താൻ ഏറ്റവും ബെസ്റ്റ് രാജ്യമാണ് ദുബായ്. അത് എങ്ങനെയാണ് മാർക്കറ്റിൽ ആളുകളെ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത്. വൺസ് അത് ആക്സെപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ 100% അവർക്ക് നേരെ അങ്ങോട്ട് സൗദിയിലോട്ട് കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പലരും നാട്ടിൽ നിന്ന് ദുബായിൽ വന്ന് ഇവിടുന്ന് ഒരു വർഷം മാർക്കറ്റിനെ ഒന്ന് പഠിക്കാൻ പറ്റും. നേരിട്ട് സൗദിക്ക് പോകുമ്പോൾ അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ചിലപ്പോൾ അതൊരു കോംപ്ലക്സ് ആയി ഫീൽ ചെയ്യും.